പി ദിവ്യ രാജിവെച്ച ഒഴിവിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രത്നകുമാരി തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കിയ നിലപാട് കളക്ടർ മയപ്പെടുത്തിയിരിക്കുന്നു. വിവരങ്ങൾ മേഘ്ന മുരളിയാണ് നൽകുന്നത്. മേഘ്ന, പി ദിവ്യ രാജിവെച്ച ഒഴിവിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ രത്നകുമാരി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? വൃന്ദ, അഡ്വക്കേറ്റ് കെ രത്നകുമാരിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. കാരണം അത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് LDFന് ഭൂരിപക്ഷമുള്ള 17 അംഗ ബലമുള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ അത് കെ രത്നകുമാരി തന്നെയായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക എന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. പക്ഷേ അതിന്റെ ഒരു സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും അത്തരത്തിൽ ബാലറ്റ് പേപ്പർ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അതിലാണ് ഇപ്പോൾ കെ രത്നകുമാരി പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ജൂബിലി ചാക്കോ ആയിരുന്നു എതിരായി മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്നുള്ളതും ഒരു ഉറപ്പായ കാര്യമായിരുന്നു. കാരണം കോൺഗ്രസിന് UDFന് അവിടെ 7 അംഗ ബലം മാത്രമേ ഉള്ളൂ. അവിടെയാണ് 17 അംഗ ബലത്തിൽ LDF വിജയിച്ചു കയറുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് അത്. എന്നാൽ പി ദിവ്യ ഒരു ഇതിൽ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല. പി ദിവ്യ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പി ദിവ്യ എത്തിയില്ല. പി ദിവ്യ എത്തിയിരുന്നെങ്കിൽ വലിയൊരു പ്രതിഷേധ കളമായി ഈ ഒരു പഞ്ചായത്ത് ഹാൾ മാറുകയും ചെയ്തേനെ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ പി ദിവ്യ എത്താത്തതും പഞ്ചായത്തിന് വലിയ നഷ്ടമായി മാറില്ല. അത് കാരണം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 17 അംഗങ്ങളാണ് ഈ ഒരു ജില്ലാ പഞ്ചായത്തിലുള്ളത്. അതുകൊണ്ട് മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിൽ ആദ്യം ഒരു വിവാദത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അത് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ ഒരു നടപടിയാണ്. അതായത് അരുൺ കെ വിജയൻ ഇത്തരത്തിൽ ആദ്യം തന്നെ മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് കയറ്റില്ല, ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് പോലീസിന് ഒരു റിപ്പോർട്ട് നൽകുകയും പോലീസ് മാധ്യമങ്ങളെ ഈ ഒരു പഞ്ചായത്ത് ഹാളിലേക്ക് കയറ്റാൻ അനുവദിച്ചില്ല. അത് വലിയ തരത്തിലൊരു വിവാദം ഉണ്ടാകുന്നു. കാരണം ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് മാധ്യമങ്ങൾ പൊതുവെ കയറുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് വലിയ തരത്തിൽ വിവാദത്തിലാകുന്നു. അതിനുശേഷം നിലപാട് മയപ്പെടുത്തുകയും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ട് മുൻപായി മാധ്യമങ്ങളെ കയറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. കെ രത്നകുമാരി പ്രസിഡന്റായി ഒരു സ്ഥാനാരോഹണം ചെയ്യുന്നു. അതുപോലെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തന്നെയാണ് പുതിയ പ്രസിഡന്റിന് സത്യവാചകം അടക്കം ചൊല്ലിക്കൊടുക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അതായത് അരുൺ കെ വിജയൻ വലിയ തരത്തിൽ ഈ ഒരു നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിരുന്നു. അദ്ദേഹം ഈ ഭാര്യ മഞ്ജുഷി അടക്കമുള്ളവർ അരുൺ കെ വിജയന്റെ പങ്ക് കൂടി അന്വേഷിക്കണം, ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിലടക്കം പോകുന്നൊരു സാഹചര്യം അടക്കമുണ്ട്. അവിടെയാണ് ഈ അരുൺ കെ വിജയൻ തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത്. അതിൽ ഈ മാധ്യമങ്ങളടക്കം അരുൺ കെ വിജയനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ ഒരു പകവീട്ടിലായി തന്നെ വേണം ഇത്തരത്തിൽ ആദ്യം മാധ്യമങ്ങളോട് ഒരു വിലക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കയറ്റില്ല എന്നുള്ളൊരു നിലപാടുമായി കളക്ടർ എത്തിയത്. പക്ഷേ തുടർന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരികയും അത്തരത്തിൽ നിലപാട് മയപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഇനി തുടർ നീക്കങ്ങൾ എന്താണ്? മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്നാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് ഒരു മാസമാകുന്നത്. ഈ ഒരു മാസമാകുമ്പോൾ ആ ദിവസം തന്നെയാണ് ഇത്തരത്തിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം, പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ രത്നകുമാരി എത്തുന്നത്. അതും ഈ പി ദിവ്യ രാജിവെച്ച് ഒഴിഞ്ഞ അല്ലെങ്കിൽ പി ദിവ്യയെ ഒഴിവാക്കിയ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയി കെ രത്നകുമാരി വരുന്നത്. എന്തായാലും പി ദിവ്യ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല. പഞ്ചായത്ത് അംഗമാണ് നിലവിൽ. പി ദിവ്യ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായി കെ രത്നകുമാരി തിരഞ്ഞെടുക്കപ്പെട്ടു. 16 വോട്ടുകളിലാണ് ജയം നേടിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മേഘ്ന മുരളി.